നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. യൂറോപ്പിലെ വിസ്മയ കുതിപ്പ് നടത്തുന്ന ടീമാണല്ലോ ബയർ ലെവർക്യൂസൻ. ഇന്നലെ യൂറോപ്പ ലീഗില് അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വെസ്റ്റ് പരാജയപ്പെടുത്തി. ഹോഫ്മാനും വിക്ടർ ബൊനിഫേസുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. ഈ കളിയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ബയർ ലെവർക്യൂസനായിട്ട് സ്റ്റാർട്ട് ചെയ്ത എല്ലാ ഔട്ട്ഫീൽഡ് പ്ലെയേഴ്സും, വെസ്റ്റ് ഹാമിനെതിരെ കളിച്ച എല്ലാ ഔട്ട്ഫീൽഡ് പ്ലെയേഴ്സും അറ്റ്ലീസ്റ്റ് ഒരു ഷൂട്ടെങ്കിലും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പാട്രിക് ഷിക്ക് 5 ഷോട്ടുകൾ എടുത്തു, ഗ്രാനിറ്റ് സാക്ക 4 ഷോട്ടുകൾ, അഡ്ലി 4 ഷോട്ടുകൾ, അതുപോലെ എഡ്മണ്ട് ടബ്സോബ 3 ഷോട്ടുകൾ, 3 ഷോട്ടുകൾ, പലാസിയോസിന്റെ വക 3 ഷോട്ടുകൾ, ഗ്രിമാൾഡോ 2 ഷോട്ടുകൾ, ഫ്രിംപോങ് 2 ഷോട്ടുകൾ, വേർഡ്സ് 2 ഷോട്ടുകൾ, സ്റ്റാനിസിച്ച് 1 ഷോട്ട്. അപ്പം ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും ഒരു ഷോട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വിസ്മയിപ്പിക്കുകയാണ് എന്ന് തന്നെ പറയണം. അതാണ് ബയർ ലെവർക്യൂസൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ 4 പേരിൽ 2 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഷോട്ട് ഉതിർത്തിട്ടുണ്ട്. വിക്ടർ ബൊനിഫേസ് 3 ഷോട്ടുകൾ ഉതിർത്തു. അദ്ദേഹം 76ാമത്തെ മിനിറ്റിലാണ് സബ് ചെയ്യപ്പെട്ട് വന്നത്. അദ്ദേഹം ഗോൾ അടിക്കുകയും ചെയ്തു. പിന്നെ ജൊനാസ് ഹോഫ്മാൻ 76ാമത്തെ മിനിറ്റിൽ അദ്ദേഹം സബ് ചെയ്ത് വന്നു. അദ്ദേഹം 1 ഷോട്ട് ഉതിർത്തു. അങ്ങനെ അവരുടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലേയേഴ്സിലെ 2 പേരും ഒരു ഷോട്ടെങ്കിലും ഉതിർക്കുന്ന സാഹചര്യവും ഉണ്ടായി. മാത്രമല്ല 76 ടച്ചുകളാണ് ഓപ്പോസിറ്റ് ടീമിന്റെ ബോക്സിൽ അവർ നടത്തിയിട്ടുള്ളത്. ഇത് മോസ്റ്റ് റെക്കോർഡഡ് ഇൻ എ സിംഗിൾ യൂറോപ്പ ലീഗ് ഗെയിം. 2016-17 സീസണിന് ശേഷം അറ്റ്ലീസ്റ്റ് അവിടെ മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും അധികം ടച്ചുകൾ ഓപ്പോസിഷൻ ബോക്സിൽ യൂറോപ്പ ലീഗ് മത്സരത്തിൽ എടുക്കുന്ന ഒരു ടീം കൂടിയായി അവർ മാറിയിട്ടുണ്ട്. എന്തായാലും സാബി അലോൺസോയുടെ ടീം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.